എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hsk.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് മുഖേന മെറിറ്റ് സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റും കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് മുഖേന വിദ്യാർത്ഥികൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ടും അറിയാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതിൻ്റെ ആ ഒരു റിസൾട്ടാണ് അറിയേണ്ടത്? ഇപ്പോൾ നിങ്ങൾ രണ്ട് വിഭാഗങ്ങളും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ലിങ്കിൽ കൂടിയും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ, അതായത് ജൂലൈ 4-ാം തീയതി മുതൽ ജൂലൈ 8-ാം തീയതി വരെ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ hsk.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ SWS അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ലിങ്കുകൾ കൂടിയാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത് ആ ഒരു ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. കാരണം ഒന്നിലധികം അപേക്ഷകൾ കൊടുത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും, അതായത് ഒന്നിലധികം ജില്ലയിലൊക്കെ കൊടുത്ത വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS മുഖേനയും അതുപോലെ MRS മുഖേനയൊക്കെ അപേക്ഷിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതിലൊക്കെയാണ് അപേക്ഷിച്ചത് അതിൻ്റെയൊക്കെ ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളും സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് അതായത് ഈ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് കാണുന്ന വിദ്യാർത്ഥികളും അവിടെ നിങ്ങൾക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് താഴെ ഒരു ലിങ്ക് കാണാൻ പറ്റും. ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി റിസൾട്ട്സ് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് പിന്നീട് വരുന്ന പേജിൽ കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് വ്യൂ യുവർ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള ഓരോ സ്കൂളുകളിലെയും റാങ്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവിടെ വ്യൂ യുവർ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഓരോ ഓപ്ഷൻ്റെയും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ വെച്ചിട്ടുള്ള ഓരോ സ്കൂളിലെയും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവിടെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓരോ സ്കൂളിലെയും ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ, അതായത് ആ ഒരു സ്കൂളിൽ ആ ഒരു കോഴ്സിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ഏറ്റവും ലാസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ ആണോ എടുക്കേണ്ടത്, ടെമ്പററി അഡ്മിഷൻ ആണോ എടുക്കേണ്ടത് എന്നുള്ള നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു സർക്കുലർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. കാരണം സർക്കുലർ നോക്കിക്കഴിഞ്ഞാലാണ് വിദ്യാർത്ഥികൾ ടെമ്പററി ആണോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടാണോ അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ അതായത് പെർമനൻ്റ് അഡ്മിഷൻ ആണോ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമുക്ക് നോക്കാം. അതായത് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം പ്രവേശനത്തിന് ഹാജരാകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെമ്പററി ആണോ അല്ലെങ്കിൽ പെർമനൻ്റ് ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് സ്ഥിരപ്രവേശനമാണ് നേടേണ്ടത്, അതായത് പെർമനൻ്റ് അഡ്മിഷനാണ് നേടേണ്ടത്, ടെമ്പററി അഡ്മിഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് വീഡിയോ, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.